നമസ്കാരം. എക്സ്പ്രസ് വാർത്ത ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫാത്തിമ അബ്ദുൾ സലാം. പ്രധാന വാർത്തകൾ. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി. തിരച്ചിൽ വൈകിയെന്ന ആരോപണം വീണ്ടും നിഷേധിച്ചു. മോട്ടോർ വാഹന വകുപ്പിൽ പ്രതിഷേധ സമരം. കറുത്ത ബാഡ്ജ് ധരിച്ച AMVമാർക്ക് ഗതാഗത കമ്മീഷണറുടെ മെമ്മോ. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ മാസം തന്നെ തൊഴിൽ ദിനങ്ങളിൽ പകുതിയോളം കുറവ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഓഗസ്റ്റ് 10 മുതൽ 14 വരെ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. ബാഹുബലി. KSRTC സജ്ജം. 100-ലധികം ബസ്സുകൾ നിരത്തിലിറക്കും. ഇന്ത്യക്കാർക്ക് സൗജന്യ UAE എൻട്രി വിസ. അബുദാബിയുടെ പുതിയ അവധിക്കാല ഓഫർ. വാർത്തകൾ വിശദമായി. കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും സന്ദർശിച്ചു. തിരച്ചിൽ വൈകിയെന്ന ആരോപണം മുഖ്യമന്ത്രി വീണ്ടും നിഷേധിച്ചു. തിരച്ചിൽ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും സാധ്യമായ പരമാവധി സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രതിഷേധവും മാപ്പ് ആവശ്യവും ശക്തമായ സാഹചര്യത്തിലാണ് സന്ദർശനം. മോട്ടോർ വാഹന വകുപ്പിലെ പ്രതിഷേധ സമരത്തിനിടെ കറുത്ത ബാഡ്ജ് ധരിച്ച AMVമാർക്ക് ഗതാഗത കമ്മീഷണർ മെമ്മോ നൽകി. യൂണിഫോം കോഡ് ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടി. ഇന്നു മുതൽ പെറ്റി പിരിവ് നടത്തില്ലെന്നും വകുപ്പിലെ വാഹനങ്ങൾ ഓടിക്കില്ലെന്നും സംഘടനകൾ അറിയിച്ചു. ഓഗസ്റ്റ് 22-ന് ഗതാഗത കമ്മീഷണറിയേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ മാസം തന്നെ തൊഴിൽ ദിനങ്ങളിൽ വൻ കുറവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലെ 15.33 കോടി തൊഴിൽ ദിനങ്ങൾ ഈ വർഷം 7.67 കോടിയായി കുറഞ്ഞു. ഏകദേശം 49.94% കുറവാണ് രേഖപ്പെടുത്തിയത്. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായി ഉയർത്തിയതിനു ശേഷമാണ് പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 12ഓടെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 10 മുതൽ 14 വരെ കേരളത്തിന് നേരിയ തോതിലോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കർക്കിടക ബാഹുബലിയോടനുബന്ധിച്ച് KSRTC 100ഓളം അധിക ബസ്സുകൾ നിരത്തിലിറക്കും. ഓഗസ്റ്റ് 12-ന് പുലർച്ചെ 2 മണി മുതൽ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് പ്രത്യേക സർവീസ് ആരംഭിക്കും. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, തിരുമുല്ലാവാരം, ആലുവ, തിരുനാവായ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. തിരക്ക് നിരീക്ഷിച്ച് ആവശ്യാനുസരണം സർവീസുകൾ കൂട്ടാനും ബസ്സുകൾ പുനഃക്രമീകരിക്കാനും പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായി സൗജന്യ UAE എൻട്രി വിസ പദ്ധതിയുമായി അബുദാബി. സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ്. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ അംഗീകൃത ട്രാവൽ ഏജൻസികൾ വഴി ഹോളിഡേ പാക്കേജ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം. അബുദാബിയിൽ കുറഞ്ഞത് 3 രാത്രി താമസവും ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ വിമാന ടിക്കറ്റും നിർബന്ധമാണ്. പൈലറ്റ് പദ്ധതിയുടെ ഭാഗമായി 20,000 വിസകളാണ് സൗജന്യ ആനുകൂല്യമായി ലഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ച മുഖ്യമന്ത്രി. തിരച്ചിൽ വൈകിയെന്ന ആരോപണം നിഷേധിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ച AMVമാർക്ക് ഗതാഗത കമ്മീഷണറുടെ മെമ്മോ. പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ പകുതിയോളം കുറവ്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. ബാഹുബലിക്ക് KSRTC സജ്ജം. 100ഓളം അധികം ബസ്സുകൾ സർവീസ് നടത്തും. ഇന്ത്യക്കാർക്ക് സൗജന്യ UAE എൻട്രി വിസ. അബുദാബിയുടെ പുതിയ അവധിക്കാല ഓഫർ. ഇന്നത്തെ എക്സ്പ്രസ് വാർത്താ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.